ഹലോ ഗൈസ്, രഘുവാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിയാണ്. യുഎയിലെ ബിഗ്ഗസ്റ്റ് ലൈബ്രറിയാണിത്. അതാണ് അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പ്രവേശന കവാടം. നമുക്കതിൻ്റെ ഉൾഭാഗത്തേക്ക് പോയി നോക്കിയാലോ? ഓക്കെ, അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ലൈബ്രറി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. 6 ഫ്ലോറോറ്റുണ്ട് ഇത്. ശരിക്കും ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിൽ കയറി നമുക്ക് പോകാം. സോ ലിഫ്റ്റിലേക്ക് എൻട്രി ചെയ്തു. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ലിഫ്റ്റ് വിട്ടു. ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഞാൻ ആദ്യം പോയത്. ഭയങ്കര അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. പുസ്തകങ്ങളൊക്കെ ഞാൻ കണ്ടതൊക്കെ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് മെയിൻലി അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാംഗ്വേജ് ആണ്. സോ മലയാളം പുസ്തകങ്ങൾ ഞാൻ കുറെ തപ്പിയെങ്കിലും കണ്ടിട്ടില്ല. എനിക്ക് ഇവിടുത്തെ ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കിയാലും തീരാത്തത്രത്തോളം പുസ്തകങ്ങളുണ്ട്. വെറുതെ കുറച്ച് സമയം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കി. ജസ്റ്റ് അതിന്റെ പേജ് അല്ലെങ്കിൽ അതിന്റെ പേരെന്താണ് അങ്ങനെയൊക്കെ ജസ്റ്റ് നോക്കി എന്നല്ലാതെ വായിക്കാനൊന്നും ഞാൻ നിന്നില്ല. പക്ഷേ പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് ലൈക്ക് ഫ്രീ ഓഫ് ആക്സസ് ആണ് ഇവിടെ. ഫ്രീ എൻട്രി ആണ്. ക്യാഷ് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വൈഫൈയും അവൈലബിൾ ആണ്, അതും ഫ്രീ ആണ്. സ്റ്റുഡൻസിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. പഠിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ ഇവിടെ നല്ലൊരു ഗുഡ് പ്ലേസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്യാവുന്ന പ്ലേസ്. എല്ലാവരും പറ്റിയ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങുക. മെട്രോ അവൈലബിൾ ആണ്. അങ്ങനെ കൂടുതൽ കാഴ്ചകൾ നമ്മൾ കാണാം. നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. അവിടുത്തെ കച്ചേറുകൾ, അവിടുത്തെ ഒരു ഇന്റീരിയർ സെറ്റപ്പ്, അവിടുത്തെ സോഫകൾ, ലാപ്ടോപ്സ്, ലൈക്ക് സിസ്റ്റംസ് ഒക്കെ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു ലൈബ്രറിയാണ്. ഇതൊക്കെ മാഗസിൻ ടൈപ്പ് സാധനങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു എക്സിബിഷൻ ആണ്. അവിടെ ഒരു എക്സിബിഷൻ അവൈലബിൾ ആണ്. ലൈക്ക് അവിടുത്തെ അല്ലെങ്കിൽ യുഎയുടെ പഴയ ലൈക്ക് അറബിക് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ പഴയ പുസ്തകങ്ങൾ, അതൊക്കെ അവിടെ അവൈലബിൾ ആണ്. അറബിക് കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവിടുത്തെ പഴയ കാര്യങ്ങൾ ഇപ്പോഴും അവർ സൂക്ഷിച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ അങ്ങോട്ടും നോക്കി എന്നല്ലാതെ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് കൂടുതൽ ഞാൻ നോക്കി നിൽക്കാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിലാവുകയും ചെയ്യില്ല. ലൈക്ക് അതൊക്കെ അവരുടെ ഓൾഡ് ഐറ്റംസ് ആണ്, ഓൾഡ് കാര്യങ്ങളാണ്. പിന്നെ ഞങ്ങൾക്ക് കണ്ടിട്ട് ആദ്യം മനസ്സിലായില്ല. ഞാൻ അടുത്ത് പോയി ആ ലുക്ക് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളാളാണെന്ന്, ലൈക്ക് ഇന്ത്യക്കാരനാണെന്നുള്ള സെറ്റപ്പ്. പിന്നെ അങ്ങോട്ട് ഞാൻ ക്യാമറ കൊണ്ട് ചെടിപ്പിച്ച് ആ പേരൊക്കെ നോക്കിയപ്പോഴാണ് എനക്കാളെ പിടി കിട്ടിയത്. സംഭവം രാമായണം എഴുതിയ വാൽമീകി, അത് അവിടെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ അടുത്ത ആളെ പേരൊക്കെ അതിൽ ഞാൻ സൂം ചെയ്ത് ഞാൻ കാണിക്കാം. ഷെഹൻഷേ, ബുക്ക് ഓഫ് കിങ്സ്. പിന്നെ അടുത്ത ആളെ പേര് അതും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ദിവാൻ ഓഫ് മുത്തുനബി, അൽ മുത്തുനബി. അടുത്ത ലേഡിയാണ്, ജാപ്പനീസ് ലേഡിയാണ്, ഗെൻജി മൊനോഖട്ടാരി. ഭയങ്കര രസമുള്ള ഒരു സ്ഥലം തന്നെ.